ഹായ് ഗൈസ്, നമ്മൾ ചില വിശേഷ ദിവസങ്ങൾ അല്ലെങ്കിൽ ബർത്ത്ഡേകൾ, ഈ ബർത്ത്ഡേ വരുമ്പോൾ അല്ലെങ്കിൽ വിശേഷ ദിവസങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മളെ സുഹൃത്തുക്കൾക്കൊക്കെ മെസ്സേജ് അയക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചിലപ്പോൾ രാത്രി 12 മണിക്ക് അലാരം വെച്ച് എണീറ്റിട്ടൊക്കെ മെസ്സേജ് അയക്കുന്ന ആൾക്കാരുണ്ട്. സോ ഇതിൽ നമ്മൾ ഐഫോൺ യൂസേഴ്സിന് ഒരു ഷോർട്ട് കട്ട് ഓട്ടോമേഷനിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, മെസ്സേജ് പ്രീസെറ്റ് ചെയ്യാൻ പറ്റും. അതായത് നമുക്കൊരു മെസ്സേജ് ഏത് സമയത്താണോ, വാട്സപ്പിലായാലും മറ്റേത് മെസ്സഞ്ചറിലായാലും ഏത് സമയത്താണോ മെസ്സേജ് അയക്കേണ്ടത് എന്നുള്ളത് പ്രീസെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കിന് ആ ടൈം ആകുമ്പോൾ മെസ്സേജ് പോകും എന്നുള്ളതാണ്. ഓക്കെ, എൻ്റെ സുഹൃത്തിന് എനിക്ക് രാത്രി 12 മണിക്കൊരു ഹാപ്പി ബർത്ത്ഡേ മെസ്സേജ് അയക്കണമെന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് രാവിലെ സെറ്റ് ചെയ്ത് വെച്ചാൽ രാത്രി 12 മണിയാകുമ്പോൾ ഓട്ടോമാറ്റിക്കിന് ആ മെസ്സേജ് പോയിക്കോളും. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ് ഐഫോണിൽ ചെയ്യുക എന്നുള്ളതൊന്ന് നോക്കി നോക്കാം. ഗൈസ്, അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഷോർട്ട് കട്ട് ആപ്പ് ഇല്ലേ, ഐഫോണിൻ്റെ ഷോർട്ട് കട്ട് ആപ്പ് ഉണ്ടാവും ഹോം സ്ക്രീനിൽ, ഈ കാണുന്നതാണ്. അപ്പോൾ ഈ ഷോർട്ട് കട്ട് ആപ്പ് ഓപ്പൺ ആക്കാം. ഇത് ഡിഫോൾട്ട് ആയിട്ടുള്ളതാണ് കേട്ടോ. ഈ ഷോർട്ട് കട്ട് ആപ്പ് ഓപ്പൺ ആക്കിയതിന് ശേഷം നമുക്കിവിടെ പ്ലസ് ബട്ടൺ കാണാൻ പറ്റും. സെലക്ഷൻ്റെ അവിടെ ആ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്തിട്ട് സെർച്ച് ആക്ഷൻ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യാം, സെൻഡ് മെസ്സേജ് എന്ന് കൊടുക്കുക. നമുക്ക് ചെയ്യേണ്ടത് എന്താണ്, സെൻഡ് മെസ്സേജ് ആണ്, മെസ്സേജ് അയക്കലാണ് നമ്മൾ ഓപ്ഷൻ. അപ്പോൾ അത് കൊടുക്കുന്ന സമയത്ത് സെൻഡ് എന്ന് അടിക്കുമ്പോൾ തന്നെ ഇവിടെ നമുക്ക് കാണാം മെയിലാണോ സെൻഡ് ചെയ്യേണ്ടത്, വാട്സപ്പിലാണോ, അതിൽ നോർമൽ മെസ്സേജ് ആണോ എന്നുള്ള കുറേ ഒരു ഓപ്ഷൻ. അപ്പോൾ നമുക്ക് വാട്സപ്പിലാണല്ലോ, അപ്പോൾ ഈ വാട്സപ്പിൻ്റെ ചിഹ്നം കാണുന്നുണ്ട്, സെൻഡ് മെസ്സേജ് എന്നുള്ളത്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആയിരിക്കും വരും. അപ്പോൾ ഇവിടെ നമുക്ക് സെൻഡ് എന്താണ് മെസ്സേജ് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ മെസ്സേജിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്ത് നമുക്ക് ടൈപ്പ് ചെയ്യാൻ ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ എനിക്ക് ഹാപ്പി ബർത്ത്ഡേ ആണ് കൊടുക്കേണ്ടത്. ഹാപ്പി ബർത്ത്ഡേ എന്ന് കൊടുത്തു. ദെൻ എനിക്ക് എന്ത് ചെയ്യുക, ഈ ഒരു വേണ്ട ഇവിടെ പിക്ചർ, ഈ കേക്കിൻ്റെ ഫോട്ടോ, അതുപോലെ തന്നെ അതിൻ്റെ ഒരു ഗ്രീറ്റിങ്സ് ഒക്കെ കൊടുക്കാം. ദെൻ ആർക്കാണ് റെസിപ്പിയൻറ്റ്, ആർക്കാണെന്നുള്ളത് ഞാൻ എനിക്ക് തന്നെയാണ് വിചാരിക്കുന്നത്. എൻ്റെ കമ്പനി ഫോണാണ്, അപ്പോൾ എൻ്റെ പേഴ്സണൽ ഫോണിലേക്കാണ് അയക്കേണ്ടത്. അപ്പോൾ ഞാൻ എന്താ പറയുക, എൻ്റെ പേര് സെർച്ച് ചെയ്തു, റിയാസ് എന്ന് സെർച്ച് ചെയ്തു, കണ്ടോ എൻ്റെ പേരും ഡീറ്റെയിൽസ് വന്നു. അപ്പോൾ എൻ്റെ കോൺടാക്ട് ഇതിലുള്ളത് കൊണ്ടാണ് ഞാൻ ക്ലിക്ക് ചെയ്തു, ഡൺ അടിച്ചു. ഇത് എനിക്കാണ്. ദെൻ ആഫ്റ്റർ ദാറ്റ് ഇതിപ്പോൾ കമാൻഡ് സെറ്റ് ചെയ്തു, ഡൺ അടിച്ചു കഴിഞ്ഞാൽ ഇതിവിടെ ഓക്കെ ആയി. മെസ്സേജ് അയക്കേണ്ട രീതിയും കാര്യങ്ങളും ആർക്കാന്നുള്ളതൊക്കെ ഇവിടെ ഓക്കെ ആയി. ഗൈസ്, ഇനി നമുക്ക് സെറ്റ് ചെയ്യേണ്ടത് കമാൻഡ് ഓക്കെ ഇതിന് ഓട്ടോമേഷൻ ആണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഷോർട്ട് കട്ടിൻ്റെ അപ്പുറത്തുള്ളേക്ക് ഈ ഓട്ടോമേഷൻ ഉണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യാം, ഓട്ടോമേഷൻ ക്ലിക്ക് ചെയ്തു. ദെൻ ആഫ്റ്റർ ദാറ്റ് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു പ്ലസ് ബട്ടൺ ഉണ്ടല്ലോ, ഈ ഒരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ടൈം ഓഫ് ദ ഡേ എന്നുണ്ട്. ഓക്കെ, ഈ ടൈം ഓഫ് ദ ഡേ എന്നുണ്ട്. ആ ടൈം ഓഫ് ദ ഡേയിൽ ക്ലിക്ക് ചെയ്യുക. ടൈം ഓഫ് ദ ഡേയിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇപ്പം നിലവിൽ 11:46 ടൈം. 11:47 എനിക്ക് ഈ മെസ്സേജ് പോകണം, ബർത്ത്ഡേ മെസ്സേജ് ഓട്ടോമാറ്റിക്കലി പോകണം. 11:47 ആക്കി കൊടുക്കും. ദെൻ എന്നിട്ട് റൺ ഇമ്മീഡിയറ്റ്ലി ഉണ്ടല്ലോ, ഇത് ക്ലിക്ക് ചെയ്തു. ആഫ്റ്റർ ദാറ്റ് നെക്സ്റ്റ് കൊടുത്തിട്ട് എന്താണ് എനിക്ക് ആ ടൈമിൽ ചെയ്യേണ്ടത്, സെൻഡ് മെസ്സേജ് പോകാന്നുള്ളതാണ്, ഇത് ബർത്ത്ഡേ മെസ്സേജ്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തു. ദെൻ ഓട്ടോമേഷൻ ഇവിടെ സെറ്റായി. 11:47 ഈ ഒരു ബർത്ത്ഡേ മെസ്സേജ് പോകുന്നുള്ളത്. ഇത് മിനിമൈസ് ചെയ്തിട്ട് വാട്സപ്പ് ജസ്റ്റ് ഓപ്പൺ ആക്കിയിട്ട് ഞാനിങ്ങനെ നമ്മൾ വെറുതെ വെയിറ്റ് ചെയ്യുക, എന്താ സംഭവിക്കുന്നത് നോക്കി നോക്കാം. 11:47 ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താവും, ആ ബർത്ത്ഡേ മെസ്സേജ് പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. ജസ്റ്റ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് കാണാം. കണ്ടോ, 11:47 ആയപ്പോൾ ഓട്ടോമാറ്റിക്കലി ആ മെസ്സേജ് പോയത് കണ്ടോ, ടു റിയാസ് റോയൽ. കണ്ടോ, ഈ റിയാസിന് ഹാപ്പി ബർത്ത്ഡേ എന്നുള്ള മെസ്സേജ് 11:47 ഓട്ടോമാറ്റിക്കലി ഇത് സെൻഡ് ആയി എന്നുള്ളതാണ്. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഈ ഒരു ടിപ്പ് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ബിസിനസ് ആവശ്യത്തിന് ഉപയോഗിക്കാം. കാരണം ഓട്ടോമേഷൻ മെയിൽ അയക്കാനും അതുപോലെ തന്നെ നമുക്ക് ഗ്രീറ്റിങ്സ് കാര്യങ്ങൾ, പേഴ്സണൽ ലൈഫിൽ നമുക്ക് ഗ്രീറ്റിങ്സ് കാര്യങ്ങളൊക്കെ നമ്മുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ അയച്ചു കൊടുക്കാനൊക്കെ പറ്റുന്നൊരു നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഷോർട്ട് കട്ടാണെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ ഇതുപോലത്തെ ചെറിയ ടിപ്പിന് വേണ്ടിയിട്ട് നമ്മൾ ചാനൽ ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക. എനിവേ താങ്ക്സ്.